എന്തോന്നടി അതൊക്കെ വരണ്ട് കിടക്കുന്നു. മറ്റേ മരുഭൂമിയില് മഴ പെയ്തതുപോലെ. എണ്ണയൊക്കെ ആവിയായി പോണാടി. ഭയങ്കര ഡ്രൈ മുടിയൊക്കെ. നിറച്ച എണ്ണ തേച്ചാലേ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, നന്നായിട്ട് വളരത്തുള്ളൂ. പണ്ടൊക്കെ എന്റെ കൊച്ചിലെ എന്റെ അമ്മ ദിവസം ഒരു തോട എണ്ണ തലേ തേക്കുമായിരുന്നു. ഒരു കുടം എണ്ണ? കുടം അല്ല, ഒരു തോട നിറച്ചും തേക്കുമായിരുന്നു. അത്രയും മനസ്സിലാക്കിയാ മതി. എനിക്ക് എണ്ണ തേക്കണമെന്ന് ഇഷ്ടമല്ല അമ്മ. ഒരുമാതിരി പശു നക്കിയതുപോലെ. പശു നക്കി. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ മറ്റേ പറത്തി അടിച്ച് കിടക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് കുളിച്ചാ മതിയേ കേട്ടോ. കെട്ടിവെക്ക്. പിങ്കി വാ. എന്തിന് തലയിൽ എണ്ണ വെച്ചിട്ട്? ആ എണ്ണ തുണിയിലൊന്നും ഞാൻ ഇല്ല. ഈ എന്തുവാടി മുടി? എന്തെന്റെ മുടിക്ക് കുഴപ്പം? മുടിക്ക് എന്തോന്ന് കുഴപ്പമൊന്നും, മറ്റേ ചകിരി പോലെ ഇരിക്കുന്നു. അമ്മ, ദിസ് ഇസ് നോട്ട് ചകിരി, ദിസ് ഇസ് കേളി ഹെയർ. കേളി ഹെയറാ? ഞാൻ കഷ്ടപ്പെട്ട് CG മെത്തേഡൊക്കെ ചെയ്താണ് ഇത് ഇങ്ങനെ വെച്ചാണ്. ഒരാഴ്ച കുളിക്കാതിരുന്നാലേ ആരുടെ തല ഇതുപോലെ. വാ, എണ്ണ വെച്ച് തരാം. എനിക്ക് പോയി. എനിക്ക് അലർജിയാണ് എണ്ണ. മുഖത്തൊക്കെ ഒലിച്ചിറങ്ങി ഒരുമാതിരി. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിറച്ച് മുടിയെങ്കിലും ഉണ്ടാവും. പണ്ടൊക്കെ ഒരുപാട് എണ്ണ തേച്ചതുകൊണ്ട് ഇത്രയും പൊഴിച്ചിലുണ്ടായിട്ടും ഇത്രയെങ്കിലും ബാക്കിയുണ്ട്. നീയൊക്കെ വലുതാകുമ്പോ മൊട്ടയായി പോവും. കുഴപ്പമില്ല, മൊട്ട ട്രെൻഡാണ്. പിന്നെ നന്നായിരിക്കും കാണുമ്പോ. കഷണ്ടി വരുമ്പോഴേ അറിയുള്ളൂ. നോക്കിയാ നീ ഉറങ്ങുമ്പോ ഞാൻ എണ്ണ തേച്ചു തരും. ആരമ്മ അത്? നല്ല വഴിപോക്കനായിരിക്കും. வணக்கம் 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 வணக்கம். என்னங்களே? கை பார்த்தே பலன் சொல்லுவேன், நடக்கக்கூடிய காரியங்கள் எல்லாமே சொல்லுவேன். കൈ നോക്കുന്ന ആളാണല്ലേ? ஆமா. വേണ്ട കേട്ടോ, വിശ്വാസം ഇല്ല ഞങ്ങക്ക്. நீங்க நம்பணும். நீங்க ஏதோ கைய பார்த்து நல்ல நம்பிக்கையா சொல்லுவேன், எல்லாமே நடக்கும், சொல்றபடி நடக்கும். അയ്യോ, അതുകൊണ്ടല്ല, ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം ഇല്ലാത്തോണ്ടാണ്. ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ല ഞങ്ങക്ക്. ஐயா, இது யாரு? இந்த குஸ்தியில குஸ்தி போட்டி இருக்குல்ல, அதுல கலந்து ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ഒരു പെരിയ ആളമ്മാ നീ. ആമാ. അല്ല, ഇതൊക്കെ അങ്കിളിന് എങ്ങനെ അറിയാം? கடவுள் சொல்றேன், நான் சொல்றேன். ஆமா, கடவுள் ഇതൊക്കെ അറിയായിരിക്കും. இது யார் இருக்கா? ഞാൻ. எல்லா மக்களையும் நல்ல அன்பா ஸ்நேகமா பழக்கி கூட இருந்து நல்லபடியா எல்லாம் பண்ணி கொடுத்து பெரிய பேரே வாங்கிடுவாங்க. സാമൂഹ്യ പ്രവർത്തനം കുറച്ച് മുന്നേ കൂടെ ഞാൻ ആലോചിച്ചേ ഉള്ളൂ. கடவுளே கடவுளே. சொல்லுங்கம்மா, இந்த கையை கொஞ்சம் நீட்டுங்கம்மா. നീട്ടമ്മാ, ഇത്രയും പറഞ്ഞില്ലേ? കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ? கொஞ்சம் நீட்டுங்க. നോക്കാല്ലേ? ஆமா. ഭാവിയൊക്കെ പറയും. ഈ കൈ മതിയാ? அந்த கை, அந்த கை. ഈ കയ്യാ? தள்ளுங்கம்மா, தள்ளுங்க. അവിടെ ഇരിക്കുന്നു. വിശാലോട്ട് നോക്കാം. உங்க வீட்டுல ஒரே ஒரு பொண்ணு, ஒரே ஒரு அண்ணா. அப்பாவுக்கும் அம்மாவுக்கும் ரொம்ப செல்ல பிள்ளையா வளர்ந்தீங்க. எங்க அப்பா, உங்க மனசுல ஒண்ணுமே இல்லை, ஏதாவது இருந்தா டப்போ டப்போ டப்போன்னு சொல்லிடுவீங்க, அப்படித்தானே? ஆமா, உங்க கணவர் எங்க? ഓഫീസില് എത്തിയില്ല. உங்க கணவருக்கு உங்ககிட்ட நல்ல அன்பு இருக்கு, நல்ல സ്നേഹം ഉണ്ട്. എന്നാ പോലും ചിലപ്പം ചില ചിന്ന ചിന്ന പ്രശ്നങ്ങൾ. എന്തോ പ്രശ്നം? എന്തോ പ്രശ്നം? ചിന്ന ചിന്ന പ്രശ്നം. തല്ലുങ്ങമ്മ, തല്ലുങ്ങ. ഒരു പെരിയ അപകടം, டேஞ்சர். അപകടോ? ஆமா. ആർക്ക്? എവിടെ? എന്തോ? உங்க கணவருக்கு ஏதாவது வாகனங்கள் ஏதாவது இருக்கா? സ്കൂട്ടർ ഉണ്ട് അച്ഛന്. எப்படி? ഒരു സ്കൂട്ടർ ഉണ്ട്.
എന്തോന്നാണ്? ரொம்ப பெரிய ஒரு அபகடம்னு சொன்னேன்டா. ஒரு ஆக்சிடென்ட் நடக்க போகுது. അയ്യോ அந்த வண்டியில அவரு போகும்போது கூட்டுக்காரனோ அல்லாட்டா அப்படி யாராவது இருந்து போகும்போது அவருக்கு ஒரு அபகடம் ஆக்சிடென்ட் நடக்க போகுது. ആ സ്കൂട്ടറിലാ? ஆமா. അയ്യോ, ആ വൃത്തിയായിട്ട സ്കൂട്ടർ വിറ്റ് സ്കൂട്ടറിനെ തിരിച്ചു വാങ്ങിച്ചോണ്ട് വന്നത് തന്നെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ട് പ്രശ്നമാണ്. ഇന്നു அந்த ஸ்கூட்டரு விற்த்திகிட்ட ஸ்கூட்டரா? ஐய. அப்போ அந்த அபகடத்துல ஏதாவது பெரிய இது வந்துரும். ഇതിലെന്തെങ്കിലും പരിഹാരം ഉണ്ടോ അങ്കിളെ? இருக்கு. എന്നാ? എന്താ? கணவனுக்கும் உங்களுக்கும் இடையில உள்ள ஏதாவது நெருங்கின சாதனங்கள் ஏதாவது இருக்கா? കണവനും അച്ഛനും അമ്മയ്ക്കും അറ്റാച്ച്മെന്റ് അച്ഛനും അമ്മയ്ക്കും അറ്റാച്ച്മെന്റ്. അച്ഛന് മാത്രമാണെങ്കിൽ ഇവിടെ ഒരു പാട്ട സ്കൂട്ടർ ഉണ്ട്. അല്ല, സ്കൂട്ടർ ഉണ്ട്. അത് അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛനെടുത്തോണ്ട് പോയി. പിന്നെ ഉള്ളത് ബാങ്ക്, വീട്, നമ്മള്. അച്ഛന് മാത്രമാണെങ്കിൽ അമ്മയുണ്ട്. அந்த பாட்ட ஸ்கூட்டர் தான் ரொம்ப அபகடம், ரொம்ப டேஞ்சர். அதனாலதான் ஆக்சிடென்ட் உண்டாக போறது. അത് വേണ്ടാം. വേറെ ഏതാവത് இருக்கா? അമ്മയുണ്ട്, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ മാത്രം വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. ഇത് എത്ര പവൻ இருக்கும்? ഇതാ? അതൊക്കെ എന്തിനാ അറിയണേ? എന്തിന്? இதை கொண்டு போய் பூஜை பண்ணி கொண்டு வந்து கொடுத்தா, நீங்க இதை இங்க போட்டிருந்தா அவருக்கு இந்த டேஞ்சர் வராது. ஆக்சிடென்ட் ஒழுகாയി போகும். ഈ താലി വെച്ചാ? താലി നിങ്ങൾ രണ്ടുപേരും അറ്റാച്ച്മെന്റ് ഉള്ള അതാണ് சொன்னேன். അപ്പൊ എല്ലാ പ്രശ്നങ്ങളും പോവോ? എല്ലാം പോയിരും. ആമാ, കുടുങ്ങോ. താലിന്ന് തരാൻ പറ്റൂല. நீ பயப்படாதீங்கம்மா. போய் பூஜை பண்ணி அப்படியே கொண்டு வந்து கொடுத்துறேன். അതൊന്നും വേണ്ട. நல்லதுன்னு வேண்டிட்டല്ലേ. ഞാൻ വേറെ അമ്പലത്തിൽ പോയി വല്ലതും പൂജ ചെയ്തോളാം. என்னம்மா சொல்றீங்க? உங்க கணவருடைய உயிர் காப்பாற்ற வேண்டாமா? മാലയൊന്നും തരാൻ പറ്റൂല. എന്തോന്നമ്മ, അച്ഛൻ അറിഞ്ഞ വഴക്ക് പറയും. അല്ല, അത് അച്ഛനല്ലേ அறியக்கூடாது. நான் பூஜை பண்ணி இங்க கொண்டு வாரது வரை உங்க அச்சனும் உங்க பர்த்தாவும் இதை அறியக்கூடாது. அறியக்கூடாது. அப்படி அறிஞ்சா இந்த பூஜையோட பலம் അമ്മ കൊടമ്മ. പ്രശ്നവും പിള്ളേരെ. താലി പോയാ വേറെ താലി കിട്ടും, അച്ഛൻ പോയാ വേറെ അച്ഛനെ കിട്ടും. എന്തോന്ന് പിള്ളേരെ പറയണത്? உங்க கணவர் உயிர் தானே முக்கியம், தாலியா முக்கியம். கொடுங்க கடவுளே. എനിക്ക് പേടിയാവണ്. കുഴപ്പമില്ല, അങ്കിള് പൂജ അതിന്റെ കൊണ്ടുവരൂലേ? பூஜை செஞ்சு இப்படி போய் அப்படி வந்துடும். കൊണ്ടുവരും. കേട്ടോ? പ്രശ്നാവോ? ഇല്ല, போய் ஒண்ணுமா ஆகாது. கொடுங்கம்மா, கொடுங்க கடவுளே. എപ്പോ കൊണ്ടുവരും? இத பூஜை பண்ணி உடனே கொண்டு வந்துருவேன். ഇപ്പൊ തന്നെ കൊണ്ടുവരുമോ? இப்ப கொண்டுருவேன். ஆமா, ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ലേ പൂജ? போட்டுங்கம்மா. ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ പറ്റൂലേ? இங்க இருந்து பண்ண முடியாது. இது எங்க? அங்க கோயில் சாமிங்கெல்லாம் அங்கதான் இருக்காங்க. அங்க வச்சுதான் பூஜை பண்ணும். ஒரு கண்டிஷன், நான் இது பூஜை பண்ணி திருப்பி கொண்டு வரது வர இந்த விஷயம் உங்க கணவனுக்கும் தெரியாது, உங்க அச்சனுக்கும் தெரியக்கூடாது. அப்படி இருந்துக்கிட்டோம், அப்படியே இருந்துக்கிட்டோம். ஆமா, அவருக்கு தெரியக்கூடாது. நீங்க இதை யார்கிட்டயுமே சொல்லக்கூடாது. நீங்க யார்கிட்டயாவது நான் இப்படி வாங்கிட்டு போனேன்னு சொன்னீங்க, அப்போ இதனுடைய பலம் போயிடும். உங்க அப்பாவுக்கு ஆக்சிடென்ட் ஆயிரும், அவர் உயிர் போயிடும். அதனால யார்கிட்டயுமே இந்த விஷயத்த சொல்லிடாதீங்க. கடவுளே காப்பாத்து. இங்க போதும், போயிட்டு வரேன். என்னம்மா பத்திரமா? ஆமா, சீக்கிரமா வந்துடும். என்ன கொண்டு வரனே? இப்ப തന്നെ கொண்டுவரணும். ஆமா, இப்பதான் வந்துருவேன். சரி, പെട്ടെന്ന് വരണേ. போயிட்டு வரேன். புக்கு வந்துருவேன். பண்ணு. ദൈവമായിട്ടാണ് അങ്കിളിനെ കൊണ്ടുവിട്ടത്. എന്റെ അച്ഛനൊന്നും വരത്തല്ലേ. എനിക്ക് പേടിയാവും. പേടിക്കണ്ടമ്മ.
ആ സ്കൂട്ടർ എനിക്കറിയാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.